عيد مبارك علينا وعليكم تقبل الله منا ومنكم عيد مبارك علينا وعليكم. Hi everyone, Assalamualaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നത് വളരെ ഈസി ആയിട്ട് മാംഗോ ക്രീമി കസ്റ്റർഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാനാണ്. അപ്പോൾ നമുക്കിത് വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് പോകാം. ആദ്യം നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാൽ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് 1/2 കപ്പ് പാല് മാറ്റി വെക്കണം. അത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്തത് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് മധുരം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇത് നന്നായി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് 2 മാംഗോസ് ഉണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് മാംഗോ പ്യൂരി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ വലുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പാലും ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് മധുരം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്യാം. അങ്ങനെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഫുൾ ക്രീം പാലും പിന്നെ 2 ടേബിൾ സ്പൂണ് മാംഗോ പ്യൂരിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഷുഗറും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന ബ്രെഡ് സ്ലൈസസ് ഓരോന്നായി ഡീപ്പ് ചെയ്ത് നമുക്കൊരു പുഡിംഗ് ട്രേയിലോ മറ്റോ നമുക്ക് വെച്ചുകൊടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിൽക്ക് ഇതിൻ്റെ മേലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മിൽക്ക് മെയ്ഡുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് കുറച്ചായി ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്ത് സ്പൂണ് കൊണ്ട് തടവി എല്ലായിടത്തും എത്തിച്ചു കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസും കൂടി അതുപോലെ തന്നെ വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ നമുക്ക് കസ്റ്റാർഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത മാംഗോസും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള മാംഗോ പൂരിയും കൂടി ഒഴിച്ചു കൊടുത്ത് സ്പൂണ് കൊണ്ട് തടവി എല്ലായിടത്തും ഒരുപോലെ ആക്കിയെടുക്കാം. ശേഷം കസ്റ്റാർഡ് മിൽക്കും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ കൂടി ഇതിൻ്റെ മേലെ ഇട്ട് 1 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ ക്രീമി കസ്റ്റാർഡ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്രീമി കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഈസി ആയതും അതുപോലെ തന്നെ ടേസ്റ്റി ആയതുമായ മാംഗോ ക്രീമി കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കാരണം ഇതെല്ലാവർക്കും ഇഷ്ടമാകും, പ്രത്യേകിച്ച് കുട്ടികൾക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തൊരു വീഡിയോസായി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.